സേഫ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽനോ സ്പാർട്ട എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബർ, അവരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെല്ലാ ചാനലുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒളിവിലാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ അവരെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണോ നിങ്ങൾ വിളിച്ചു പറയുന്നത്, എന്നെ ചെയ്തത് ഇത്ര മാത്രമാണ്. അതായത് ഞാൻ ആ പോലീസിൻ്റെ കറങ്ങുന്ന ലൈറ്റിങ്ങിനെ കണ്ടപ്പോഴേ എൻ്റെ മോന്ത കണ്ടിട്ട് ഇനി ആരെങ്കിലും എന്നെ തിരിച്ചറിയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഞാൻ ഇവിടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവിടെ നിർത്തുന്നു. അപ്പോഴാണ് സാറ് വന്നത്. സാറേ മദ്യപിച്ചിട്ടുണ്ട് സാറേ എന്ന് സമ്മതിക്കുന്നു. അതുപോലെ ഊതിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഊതുന്ന സാധനം എടുത്തു വന്ന് വരാം. അങ്ങനെ ഊതിക്കുന്നു. ഊതിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചെന്നെ ഉപദേശിക്കുന്നു. ഉപദേശിച്ചതിന് ശേഷം എനിക്ക് പെറ്റി അടിക്കുന്നു. പെറ്റി ഇവിടെ തരണ്ട, കോടതിയിൽ കൊണ്ടുപോയി അടച്ചാൽ മതി എന്ന് പറയുന്നു. പിന്നീട് പറയുകയാണ് എൻ്റെ വണ്ടി ചെക്ക് ചെയ്യണം സാറേ. മറ്റേ ഏതോ ഒരു സിനിമയിൽ പറയുന്നില്ലേ, നമ്മുടെ ശങ്കരാടി, അതായത് നമ്മുടെ കാബൂളി വാലയിൽ പറയുന്നില്ലേ, എവിടെ നോക്ക് സാറേ എന്ന് പറയുമ്പോൾ മറ്റേ അവിടെ കന്നാസും കല്ലാസും പതുങ്ങിയിരിക്കുന്ന പോലെ എൻ്റെ വണ്ടി ചെക്ക് ചെയ്യാതെ ഞാൻ വിടത്തില്ല എന്ന്. വേണ്ടോ എന്ന് പറഞ്ഞു പോലീസ്. വേണ്ട സാറേ, ചെക്ക് ചെയ്യണം സാറേ, നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം സാറേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അല്ല, എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ തന്നെയാണോ വണ്ടി ഓടിച്ചത്? ആണോ? ഒരു സംശയമാണ്. എന്തിനാണ് നിർത്താണ്ട് പോയത്? അതിൻ്റെ അകത്ത് മടിയിൽ കനമില്ലെങ്കിൽ, ഒരു ബീറ് മാത്രമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താ ചെയ്യുക? നമ്മൾ വണ്ടി നിർത്തുമല്ലേ ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്നെ തിരിച്ചറിയുന്നു പറഞ്ഞിട്ട് ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ നിൽക്കുമോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിവിലേജ് നമ്മുടെ ഇൻഫ്ലുവൻസർമാർക്ക് ഉണ്ടാ? അല്ല, അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഹെൽനോ സ്പാർട്ട എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് അത് സംശയിക്കാലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഇനി നിർത്താതെ പോയത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൻ നല്ല രീതിയിൽ നുണ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഹെൽനോ സ്പാർട്ട എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ധന്യ നല്ല രീതിയിൽ നുണ പറയുന്നുണ്ട്. ധന്യ ഒരുപാട് കോമഡി ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോവുകയായിരുന്നു. കാരണം മുഖത്തുള്ള ആ ഒരു ചളിപ്പ്, ആ ഒരു ഭയം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാണക്കേട്, പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം പോലെ സംസാരിക്കുന്നതാണ് എല്ലാ വിഷയത്തിനെതിരെയും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരൊന്നും ചെയ്യില്ല. ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അതാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഇവർ പ്രതികരിക്കില്ല. ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിച്ചു കീറാൻ നിൽക്കലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചിട്ട് ഇപ്പോഴേ ഒരുപാട് ന്യായീകരണങ്ങളുമായിട്ടല്ലേ വരുന്നത്. അല്ല, ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പോലീസുകാർ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ചേട്ടാ. അതായത് നിർത്താണ്ട് പോയ ഒരു വ്യക്തി, അവരെപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ വീട് അടുത്തായതുകൊണ്ട് മാത്രമാണ് നിർത്തിയത്. ഇല്ലെങ്കിൽ അവർ നിർത്തുമോ? ഒരിക്കലും നിർത്തത്തില്ല. നിർത്താണ്ട് പോകാനുള്ള കാരണം എന്താണ്? അതിലെന്തോ ഒരു വലിയ സാധനമുണ്ട്. ഇല്ലെങ്കിൽ ഇവരല്ല വണ്ടി ഓടിച്ചത്, വേറെ ആരോ ആണ് വണ്ടി ഓടിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചാനലുകളും അതുപോലെ തന്നെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ധന്യയുടെ 2 വീഡിയോ ആണ് പുറത്തു വന്നത്. ഈ 2 വീഡിയോയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നല്ല രീതിയിൽ ഭയമുണ്ട്, നല്ല രീതിയിൽ ചളിപ്പുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ പല ഡ്രാമകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയില്ലേ? എല്ലാവരും നാറി. ഭർത്താവിൻ്റെ കുടുംബം നാറി, അവനവൻ്റെ കുടുംബം നാറി. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചോദിക്കും, ഇതൊരു പുതിയ കാര്യമാണോ? അതേടോ, ഇതെല്ലാം ഒരു പുതിയ കാര്യം തന്നെയാണ്. അതായത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധം വേണം. ആ ബോധം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇന്നലെ ഈ പണി ചെയ്തത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര പ്രാവശ്യം പോയിട്ടായിരിക്കും ഒരു പ്രാവശ്യം പിടിച്ചത്. ഇന്നലെ ഇപ്പോഴും ഇത് പിടിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞതും ലേറ്റായിട്ടാണ്.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെന്നോ ഇതിങ്ങ് ലീക്കായതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ വീഡിയോ തുരുതുരി ഇടാൻ തുടങ്ങിയത്. ഇന്ന് ആ രണ്ടാമത്തെ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കൈ പറിച്ചിട്ടാണോ എന്നറിയില്ല, അവരുടെ വീഡിയോൻ്റെ ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്യാമറ ആയി കഴിഞ്ഞാലും അതൊക്കെ അവർ കൃത്യമായിട്ട് അറിയാതെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് അവർക്ക് നല്ല രീതിയിൽ അവിടുന്ന് വീട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും നല്ല രീതിയിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോഴും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം കേൾക്കാം. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാസിത്താത്ത പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ശാപമാണ്. ഇതൊക്കെ പടച്ചോനുണ്ട്, പടച്ചോനല്ലേ കൊടുത്തിരിക്കുന്നത് എന്നാണ്. കാരണം എന്താ, ജാസിയെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിച്ചു കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യ തന്നെയാണ്, വേറെ ആരുമല്ല. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അതായത് ഇവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ശത്രുതയുണ്ടോ, ശത്രുതയൊന്നും അല്ല. ഇവർ തമ്മിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നല്ല പരിചയക്കാരായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കായി. അങ്ങനെ രണ്ട് വഴിക്കായപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ശത്രുത കൂടി, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെയൊന്നുമില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ ധന്യചേച്ചി വന്നിട്ട് ഏത് ലെവലിലാണ് സംസാരിക്കുക എന്ന് പറയാൻ പറ്റൂല. അതായത് ഇനി എങ്ങനെയാണ് ജനങ്ങളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇനി ഇവർക്ക് ഈ ഒരാളെ പറ്റിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. ആദ്യം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കണ്ണിലെ കരട് എടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലുള്ള മറ്റേ ഇതിനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവരിതുപോലെ നടക്കുന്നേ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങൾ, അതുപോലെ തന്നെ വലിച്ചു കീറൽ, അതിൻ്റെ അകത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കുന്നത്. ആ സമ്പാദ്യം ഉപയോഗിച്ചിട്ട് ഇവർ പറയുന്ന പോലെ തന്നെ ഒരെണ്ണം അടിച്ചു, അത്രയേ ഉള്ളേ. ചെറുതൊരെണ്ണം, വേറെയൊന്നും അടിച്ചില്ല, ഒരെണ്ണം അടിച്ചു, അത്രയേ ഉള്ളൂ. അതൊരു വലിയ തെറ്റാണ് സാറേ, തെറ്റ് തന്നെയാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതായത് നിർത്താണ്ട് പോയതൊരു കേസ്, അതുപോലെ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതൊരു കേസ്, അങ്ങനെ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല കേട്ടോ. അതായത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും കൂടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്നതാ സംഭവിച്ചതെന്ന് നമ്മൾ കുറച്ചെങ്കിലും വിശ്വസിക്കാൻ കഴിയും. അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അവിടെ സംഭവിച്ച കാര്യങ്ങളിലെ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുമോ, അവിടെ ഇന്നതാ സംഭവിച്ചത്. ഇപ്പം നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നതല്ലേ ഇന്നതാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ ഇതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം നടന്നിട്ടുണ്ട്. അതൊന്നും പക്ഷേ ചേച്ചി പറയാൻ തയ്യാറില്ല. കാരണം എന്താ, ആരെങ്കിലും സമ്മതിക്കുമോ അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമല്ല, ഇതിലും വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ വന്ന് പറയോ? ഒരിക്കലും പറയത്തില്ല. അവരത് ഒളിച്ചു വെക്കാനേ നോക്കത്തുള്ളൂ. കാരണം അവർക്ക് നാളെന്ന് പറഞ്ഞ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇത് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇനിയിപ്പോൾ ആരെയാണ് ഇവർക്ക് പറയാൻ പറ്റുക? അതാണ്, ഇവർ തന്നെ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് ഇനി ആരെയാണ് പറയാൻ കഴിയുക? അതുമാത്രവുമല്ല, ചെയ്ത തെറ്റ് തന്നെ ഇവർ ലഘൂകരിക്കാനാണ് നോക്കുന്നത്. അത് ഞാൻ നിർത്താതിരുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ അത് ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കേസ് തന്നെയാണ്. ഇങ്ങനെ ലഘൂകരിച്ചതായാലും അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു വലിയ കുറ്റമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ഇനി ഒരാളെ പോലും വിമർശിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. ഇനി അങ്ങനെ വിമർശിക്കണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്ന് വിമർശിച്ചോട്ടെ ചേട്ടാ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഇവരല്ലേ ശരിക്ക് എന്താ പറയേണ്ടത്, ഇവരല്ലേ നല്ലത് ചെയ്യേണ്ടത്. അതിന് പകരം ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ തെറ്റ്. എന്നിട്ട് ഇവിടെ വന്ന് ന്യായീകരണങ്ങൾ, ഇപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറേ കോമഡികൾ പറയുക. എനിക്ക് സങ്കടമാണ് വന്നത് ഇത് കാണുമ്പോൾ, ശരിക്കും കരച്ചിൽ വന്നു പോയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.